ഹലോ, 12-ാം ദിവസത്തെ കാഴ്ച നമുക്ക് ഈ ഗണപതിയിൽ നിന്നും തുടങ്ങാം. ഈ ഗണപതി ഞങ്ങൾ നിന്ന ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ ഒരു ലേഡി ഇട്ടിരുന്നതാണ്. അതിലെ ഓമൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി. പുള്ളിക്കാരത്തേക്കും ഒരു തായ്ലൻഡ് ഡിസെൻ്റ് ഉണ്ടെന്ന് മനസ്സിലായി. ഇന്ന് നമ്മൾ പോകുന്നത് US ക്യാപിറ്റലായിട്ടുള്ള വാഷിങ്ടൺ DC-യിലേക്കാണ്. അപ്പോൾ വാഷിങ്ടൺ DC-യിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ബിൽഡിങ്സ് ഒക്കെ കാണുന്നുണ്ട്. അതിൽ ആദ്യത്തേതാണ് ഈ സദേൺ റെയിൽവേ ബിൽഡിംഗ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് ഫ്ലാഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രഷറിയുടെ ബിൽഡിംഗ് ഒക്കെ കണ്ടു. അവിടുന്ന് പിന്നെയും പോയപ്പോഴാണ് നമ്മുടെ ഈ US ക്യാപിറ്റൽ സ്റ്റേറ്റ് ബിൽഡിംഗ് കാണുന്നത്. അത് കഴിഞ്ഞ് പിന്നെയും പോയപ്പോൾ അതാ ജോർജ് വാഷിങ്ടണിൻ്റെ പേരിലുള്ള ഒരു മോണുമെൻറ്റ്. ഇതിൻ്റെ പേരാണ് വാഷിങ്ടൺ മോണുമെൻറ്റ്. പിന്നെ അവിടെ നിന്ന് മുന്നോട്ട് പോയപ്പോൾ അടുത്ത ബിൽഡിങ് കണ്ടു, ലഫായറ്റെ ബിൽഡിംഗ്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ബിൽഡിംഗ്, വലിയൊരു ബാങ്ക് ബിൽഡിംഗ് ആണ്. പിന്നെയും അവിടുന്ന് മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള പെൻഡഗണിലെത്തി. US ഡിഫൻസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ്. പിന്നെയും മുന്നോട്ട് പോയപ്പോൾ നമ്മൾ തോമസ് ജെഫേഴ്സൺ മെമ്മോറിയൽ ആയിട്ടുള്ള ഒരു മോണുമെൻറ്റും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടിങ്ങനെ പോകുന്നത് എങ്ങോട്ടാണെന്നല്ലേ, നമ്മൾ റൊണാൾഡ് റീഗൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. അടുത്തത് നമ്മൾ ഈ എയർപോർട്ടിൽ നിന്നും, അതായത് വാഷിങ്ടണിൽ നിന്നും ഡല്ലാസ് വഴി ഞങ്ങൾ കാൽഗറിക്ക് പോവുകയാണ്. കാൽഗറിയിൽ എന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ കാനഡയിലേക്ക് എൻ്റർ ചെയ്യുവാണ്. അപ്പോൾ ഈ ചെയർ ഞങ്ങൾക്ക് ചെറിയൊരു കൗതുകം ഉണ്ടാക്കി. അതിൻ്റെ ചാർജിങ് കേബിൾസൊക്കെ ആ സീറ്റിൻ്റെ താഴെയായിട്ട് തന്നെയുണ്ട്. പിന്നീട് നടന്നു വന്നപ്പോഴാണ് മനസ്സിലായത്, നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇങ്ങനെ സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ച് നമുക്കിപ്പോൾ ഓരോരോ ടെർമിനലിലുള്ള റെസ്റ്റോറൻറ്റ്സ് എവിടേക്കാണെന്നും എങ്ങനെ നമുക്ക് അങ്ങോട്ട് പോകാമെന്നും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇതൊരു കയോസ്ക് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് McD എവിടെയാണെന്ന് സെർച്ച് ചെയ്യുവാണ്. നമ്മൾ വന്നിറങ്ങിയിട്ടുണ്ടായിരുന്നത് ടെർമിനൽ Bയിലായിരുന്നു. പക്ഷേ McD ഞാൻ അതിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് നോക്കുവാണ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ McDയിൽ സെലക്ട് ചെയ്യുമ്പോൾ അത് ഏത് ടെർമിനലിലാണെന്നും ആ ടെർമിനലിലേക്ക് എങ്ങനെ നമുക്ക് പോകാൻ പറ്റുമെന്നുള്ളതും കാണിക്കും. അപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട് ടെർമിനൽ Cയും ഗേറ്റ് C22 ആണെന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് എങ്ങനെ നമുക്ക് പോകാം, ഈ ഓരോ ടെർമിനൽസും കണക്ട് ചെയ്തുകൊണ്ട് എയർ ട്രെയിൻസ് ഉണ്ട് കേട്ടോ. എയർ ട്രെയിൻ കയറാൻ വേണ്ടി പോയ സമയത്ത് ഇതാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് എന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു. പിന്നെ ഞങ്ങൾ എയർ ട്രെയിനിനകത്ത് കയറി. അതിന് ശേഷം എയർ ട്രെയിനിൻ്റെ അകത്തെ കാഴ്ചകളാണിത്. നമ്മൾ അതിനകത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമുക്ക് കാണാനായിട്ട് സാധിക്കിരിക്കാൻ സീറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒത്തിരി ലഗേജൊക്കെ ഉള്ളതുകൊണ്ട് നിന്നതാണ്. അപ്പോൾ അങ്ങനെ നിന്ന് ഇതിനകത്ത് ഓരോ ടെർമിനൽസും അനൗൺസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ടെർമിനൽ Cയിൽ പോയി McD കണ്ടുപിടിച്ച് അവിടെ നിന്ന് തിരിച്ച് ടെർമിനൽ Bയിൽ വന്ന് ഈ അമേരിക്കൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റിൽ കയറി അങ്ങനെ ഞങ്ങൾ കാനഡയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വിശേഷം കാനഡയിൽ നിന്നുമാണ്.